ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഫിലോഡെൻഡ്രോൺ ഗ്ലോറിയോസം സീബ്ര എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് ഗ്ലോറിയോസം സീബ്ര എന്ന് പറയുന്ന പ്ലാന്റ്. ഇത് ഒരു ലവ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. ഇത് നല്ല റൗണ്ടിലായിരിക്കും ഇതിൻ്റെ ലീഫ് വരുന്നത്. ഇതുപോലെ നല്ല സ്ട്രൈപ്സ് കാണും. ഇതൊരു വെൽവെറ്റിൻ്റെ കൂട്ട് ഒരു തിളക്കം ഇതിനകത്ത് കാണും. വെൽവെറ്റി ഫീലാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. അതും നല്ല തിളക്കമുള്ള ഒരു സ്ട്രൈപ്സ് ഒക്കെയാണ് ഇതിന് വരുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. ഗ്ലോറിയോസം സീബ്ര ആണെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലോഡെൻഡ്രോൺ വെറൈറ്റിയിൽ നമുക്ക് ക്ലൈംബിംഗ് ആയിട്ടും ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സുകളുണ്ട്. പക്ഷേ ഇത് ക്ലൈംബിംഗ് ആയിട്ട് വളർത്താൻ പറ്റത്തില്ല. സ്റ്റിക്കുകൾ കൊടുത്ത് വളർത്താൻ പറ്റുന്ന പ്ലാന്റ് അല്ല ഇത് നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഓരോ സൈസിനനുസരിച്ചും ഇതിൻ്റെ പോട്ടുകൾ ഇങ്ങനെ മാറ്റി കൊടുക്കണം. ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൻ്റെ ഈ പോട്ട് എടുത്തിട്ട് ഇതാണ് ഫിലോഡെൻഡ്രോൺ ഗ്ലോറിയോസം സീബ്രയുടെ പ്ലാന്റ്. ഞാനിപ്പോൾ താഴെ എടുത്ത് വെച്ചിട്ടുള്ള പ്ലാന്റാണ്. ഈ പ്ലാന്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ക്ലൈംബിംഗ് അല്ല, ക്രീപ്പറാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു പ്ലാന്റ് ഇവിടെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്റ്റെമ്മൊക്കെ വരുന്നത് ഇങ്ങോട്ട് ചുറ്റിയായിരിക്കും വരുന്നത്. എങ്ങനെയാണ് അതിൻ്റെ പോട്ടെന്ന് വെച്ചാൽ ആ പോട്ടിൻ്റെ രീതിയിലായിരിക്കും സ്പേസുകളിടത്തോട്ട് അത് വളർന്നു വരുന്നത്. ഇപ്പോൾ ഈ റൗണ്ടിൽ ഇരിക്കുന്നതായതുകൊണ്ട് അത് ഇവിടുന്ന് താണ്ട് ഇവിടെ വരെ ഇപ്പം വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ചുറ്റിന് വളർന്നു വരും. അതിനുശേഷം ഇതിന് സ്പേസ് കുറയുമ്പോൾ ഇത് പുറത്തോട്ട് വളർന്നു വരും. അല്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഇച്ചിരി നീളമുള്ള പോട്ടുകൾ കിട്ടുവാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ നട്ടു വെച്ച് കഴിഞ്ഞാൽ അത് പിന്നീട് ഇങ്ങോട്ട് വളർന്നു വരും. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ഞാനൊരു വലിയ പോട്ടിലായിട്ടാണ് നട്ടു വെച്ചിരിക്കുന്നത്. റൗണ്ട് പോട്ടാണ് കേട്ടോ. അത് നിങ്ങൾക്ക് പുറത്തോട്ട് വരുന്നത് ഞാൻ കാണിക്കാം. ഞാനിപ്പോൾ ഒരു പ്ലാന്റ് കാണിക്കാം. ഇത് ഗ്ലോറിയോസം സീബ്രയുടെ തന്നെ അത്യാവശ്യം മെച്യൂർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിനകത്ത് നിന്ന് കുറേ കട്ടിങ്സ് എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത് നമ്മൾ വേറെ പ്ലാന്റ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു പോട്ടിൽ അധികം സ്പേസ് ഇല്ല. ഇതൊരു കൊച്ചു പോട്ട് ആയതുകൊണ്ട് തന്നെ അധികം സ്പേസ് ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെമ്മ് വളർന്നു വരുന്നത് അതുകൊണ്ട് ഇങ്ങോട്ട് പുറത്തോട്ടാണ്. കണ്ടോ, ഇതുപോലെ പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. ഈ പുറത്തോട്ട് വരുന്ന ഈ ഭാഗം നമുക്കിപ്പോൾ ഈ ഒരു പോട്ട് കാണിച്ചു. ഈ പോട്ട് ചെയ്യുന്ന പ്ലാന്റ് നമ്മളെടുത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി മണ്ണോട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് അവിടെ നല്ല രീതിയിൽ പിടിച്ചു വരും. പിന്നെ നമ്മളത് കട്ടിങ്സ് എടുത്ത് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ പ്ലാന്റ് നമുക്ക് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേരിറങ്ങി നമുക്ക് പുതിയ പ്ലാന്റ് ആക്കാവുന്നതാണ്. കട്ട് ചെയ്ത് വെക്കണമെന്നൊന്നുമില്ല. ഒരു പോട്ടെടുത്ത് ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതും അതുപോലെ നമ്മൾ ജിഫി ബാഗുകളിൽ വന്നിട്ടുള്ള നമ്മുടെ സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകളാണ്. ഇതിൻ്റെ ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്ലാന്റുകളാണ്. പക്ഷേ ഈ പ്ലാന്റിനെ അപേക്ഷിച്ച് ഈ ഒരു പ്ലാന്റിന് കുറച്ചുകൂടെ കളർ കൂടുതലായിരിക്കും. ഇത് പ്യുവറാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്യുവറായിട്ടുള്ള പ്ലാന്റിൽ നിന്ന് കട്ടിങ്സ് എടുത്ത് അവർ